ആത്മഹത്യ അല്ലേ, സ്വയം ഇല്ലാണ്ടാകുക. ഇന്ന് എല്ലാ ദിവസവും ഒരാളെങ്കിലും അത് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരാളെങ്കിലും അങ്ങനെ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പം ആത്മഹത്യ ചെയ്യുന്നത് ഭീരുക്കളാണ് എന്നൊക്കെ പറയുന്നത്. ഇന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ചില സാഹചര്യങ്ങളിൽ ജീവിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടാകും. അതിലൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഒരു നിമിഷം മനസ്സിൽ തോന്നാത്ത മനുഷ്യരെ കാണില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജീവിതമാണ്. ഓരോ ദിവസവും ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ വീട്ടിലെ പ്രശ്നമാവും, ഓഫീസിലെ പ്രശ്നമാകാം, നാട്ടിലെ പ്രശ്നമാകാം, സാമ്പത്തിക പ്രശ്നമാകാം അല്ലേ? അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നം കൊണ്ടാണ് ഒരാൾ ആത്മഹത്യയിലേക്ക് വരുന്നത്? ഇപ്പം കൊച്ചുകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമോ, അല്ലെങ്കിൽ തോറ്റു പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി മൂലം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലേ? അതുപോലെ തന്നെ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പം അങ്ങനെ കേൾക്കാറില്ലെങ്കിലും താൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ കിട്ടില്ല, അല്ലെങ്കിൽ പുരുഷനെ കിട്ടില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ വരുമ്പോൾ ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കുന്നത് അല്ലേ? ഈ ചിന്ത ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ മറ്റെന്തോ നമ്മുടെ തോന്നലിനപ്പുറത്തേക്ക് വളരുകയാണ് മറ്റെന്തോ ഒന്ന്. നമ്മൾ അതുവരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുക. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമാധാനം ഒരു നിമിഷത്തേക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത ആ ഒരു നിമിഷമാണ് തോന്നുന്നത്. ഒരു നിമിഷം നമുക്ക് തോന്നുകയാണ്, ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആ ഒരു തോന്നൽ, മനസ്സിൻ്റെ ആ തോന്നലാണ്. എന്തുകൊണ്ടാണ് ആ മനസ്സങ്ങനെ തോന്നുന്നത്? മനസ്സിലങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെല്ലോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ കാര്യങ്ങൾ അതിൽ ഒന്നെങ്കിലും നഷ്ടപ്പെടും എന്ന് തോന്നിപ്പിക്കുമ്പോൾ മനസ്സിങ്ങനെ വിങ്ങാണ്. അയ്യോ, അതെനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്ക് പറ്റില്ല, എനിക്ക് മുന്നോട്ടുള്ള ജീവിതം പറ്റില്ല എന്നുള്ള തോന്നലിങ്ങനെ ഉണ്ടാവുകയാണ്. ആ തോന്നലാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അല്ലേ? ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഉള്ള പ്രശ്നമാണെങ്കിൽ അതുവരെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്നു അല്ലേ? നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ ആ കുറവുകളെല്ലാം നികത്തിപ്പോകുന്ന സാമ്പത്തികം ഇവിടെ നിന്നായിരിക്കും. ഒരു പക്ഷേ ഈ തിരിച്ചും മറിച്ചുമുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ടെല്ലാം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തകരുക എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത്രയും നാൾ നമ്മൾ ജീവിച്ച് നിന്ന ആ സമൂഹത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം, മറ്റുള്ളവർ നമുക്ക് നൽകിയ ബഹുമാനം, അതെല്ലാം ഇല്ലാണ്ടാകും. അവർ നമ്മുടെ നേർക്ക് വിരൽ ചൂണ്ടും അല്ലെങ്കിൽ നെറ്റി ചുളിക്കും എന്നൊക്കെയുള്ള തോന്നൽ അല്ലേ? അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എന്താണ്? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബഹുമാനം. ആ ബഹുമാനം നമ്മളുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ ബഹുമാനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവുന്നു. തീർന്നില്ലേ? സഹിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ അത്ര ഇതായിട്ടാണ് നമ്മൾ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ അതാണ് മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റാതെ. അതുപോലെ തന്നെയാണ് ഒരാളെ ഒരുപാട് സ്നേഹിച്ച ഒരാൾ നഷ്ടപ്പെടുന്നു അല്ലേ?
അപ്പോഴും നമുക്കതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹമാണ്, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ സ്നേഹമാണ്. അത് നഷ്ടപ്പെടാൻ നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് തോന്നത്തില്ല. ഇല്ലെങ്കിൽ എന്താണ്, അമ്മ വഴക്ക് പറയുന്ന അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയുന്നതിൻ്റെ പേരിൽ ആത്മഹത്യ. അപ്പോൾ അച്ഛനെയും അമ്മയും അത്ര സ്നേഹിച്ചിരുന്നു. അച്ഛനും അമ്മയും തന്നെ ഒരിക്കലും അങ്ങനെ വഴക്ക് പറയില്ലെന്നുള്ള തോന്നൽ, വഴക്ക് പറയുമ്പോൾ അതെന്തോ തനിക്ക് എന്തോ കുറവ് കൊണ്ടാണ്, താൻ എന്തോ തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെയുള്ള തോന്നൽ അല്ലേ. ഇതൊക്കെയാണ് ആ ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ആഴത്തിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വ്യത്യാസം വരും എന്ന തോന്നൽ, ഒറ്റപ്പെടുമെന്നുള്ള തോന്നൽ. പരീക്ഷയ്ക്ക് തോറ്റുപോകാന്ന് പറയുന്നത് എന്താണ്? അയ്യോ താൻ തോറ്റുപോയോ എന്ന് ആളുകൾ ചോദിക്കും. മറ്റുള്ളവരൊക്കെ ജയിക്കുമ്പോൾ അതിൽ ഞാൻ താന്നു പോകും. ഞാൻ മറ്റുള്ളവർ ജയിക്കുമ്പോൾ ഞാൻ തോറ്റു എന്ന് പറയുന്നത് എനിക്കൊരു നാണക്കേടാണ്. ആ ഉള്ളിലുള്ള തോന്നുന്ന ആ നാണക്കേട് അല്ലേ. ഇതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രശ്നം. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, എത്ര വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഒരു നിമിഷം ആത്മഹത്യയെ തോന്നിക്കുന്ന സമയത്ത് തന്നെ ചിന്തിക്കുക, നിങ്ങൾക്കിതിനപ്പുറത്തേക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ വളരുവാനുള്ള അല്ലെങ്കിൽ നേടുവാനുള്ള മറ്റെന്തോ കരുതി വച്ചിട്ടുണ്ട്. തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടി എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഒന്ന് നിങ്ങൾക്കായി ഈശ്വരൻ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈശ്വരൻ, അല്ല എങ്കിൽ ഒരു പ്രകൃതിയിൽ ഒരു ശക്തിയുണ്ട്. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ആ ശക്തിയിൽ വിശ്വസിക്കുക, അതുള്ളതാണ്. ആ ശക്തി നിങ്ങളെ തഴയുകയില്ല. മറ്റാര് തള്ളിപ്പറഞ്ഞാലും അയാൾ നിങ്ങളുടെ കൂടെ കാണും. എന്തിനു വേറെ പോകുന്നു? നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, എത്ര നല്ല മനസ്സാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതിനനുസരിച്ച് ചിന്തിക്കുന്ന ആളല്ലേ മനസ്സ്. അയാളുണ്ടല്ലോ നിങ്ങൾക്കൊപ്പം. നിങ്ങളത് തളരാതെ നിന്ന് നോക്കി മനസ്സിനോട് പറ, എനിക്ക് ജീവിക്കണം, ഇതിനപ്പുറത്തേക്ക് എനിക്ക് വിജയിക്കണമെന്ന് മനസ്സിനോട് ഒന്ന് പറഞ്ഞു നോക്കി. 10 പ്രാവശ്യം പറ. 11ാമത്തെ പ്രാവശ്യം മനസ്സ് നിങ്ങളോട് പറയും, ഞാനുണ്ട് നിൻ്റെ കൂടെ, നീ ധൈര്യമായിരിക്കും, നിൻ്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല ഒന്നിനും വേണ്ടി. നാണം കെടും അല്ലെങ്കിൽ നാണക്കേട് എന്നുള്ളത് 1-2 ദിവസത്തെ കാര്യങ്ങൾ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട്, എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തി ആ അനുഭവിക്കുന്ന ഒറ്റ ദിവസമാണ് അത്രയും വ്യാപ്തിയായിട്ട്. പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരും. അതുകൊണ്ട് അനാവശ്യമായ ചിന്തകൾ വേണ്ട. നിങ്ങൾക്കുള്ള ദിവസം വരുന്നതേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾ സന്തോഷിക്കുന്ന, മറ്റുള്ളവർ ഇപ്പോൾ നിങ്ങളെ കാണുന്ന നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനത്തിൻ്റെ ഇരട്ടി ബഹുമാനം നിങ്ങൾക്ക് തരുന്ന ഒരു ദിവസമുണ്ട്, ഉറപ്പാണത്. അതുകൊണ്ട് അനാവശ്യ ചിന്തകൾ വേണ്ട. എന്നും നിങ്ങളുടെ കൂട്ടായിട്ട് നിങ്ങളുടെ മനസ്സുണ്ടാവും. മനസ്സിനോട് പറയൂ, എനിക്ക് ജീവിക്കണം. തിരിച്ച് മനസ്സും പറയും, നീ ധൈര്യമായി ജീവിച്ചോളൂ. ഓക്കെ. അപ്പം ഒരു കാര്യം ഞാൻ പറയുന്നതാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം കൂടെ നിങ്ങൾ ചെയ്തു തരുമോ? സബ്സ്ക്രൈബ് ചെയ്യില്ലേ പ്ലീസ്? ഓക്കെ.